ഹായ് ഓൾ, ഡിസൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ വെദർ ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്. തന്നിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇസ് സിലിക്കൺ ഇസ് എ കണ്ടക്ടർ. ഫോൾസ് ആണ് അല്ലേ? സിലിക്കൺ ഒരു സെമി കണ്ടക്ടർ ആണ്. സിലിക്കൺ ഹാസ് 4 വാലൻസ് ഇലക്ട്രോൺസ്. ട്രൂ. ജെർമേനിയം ഹാസ് ലെസ് റെസിസ്റ്റൻസ് ദാൻ സിലിക്കൺ. അതും കറക്റ്റ് ആണ് അല്ലേ? ഇൻട്രിൻസിക് സിലിക്കൺ ആക്ട് ആസ് എൻ ഇൻസുലേറ്റർ അറ്റ് റൂം ടെമ്പറേച്ചർ. നമ്മൾ 0 കെൽവിനിൽ പെർഫെക്റ്റ് ഇൻസുലേറ്റർ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ റൂം ടെമ്പറേച്ചറിലാണെങ്കിലും വളരെ കുറച്ച് തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഹോൾസ് പെയറേ ഉണ്ടാവുള്ളൂ. അപ്പം അപ്രോക്സിമേറ്റ്ലി ഇൻസുലേറ്റർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. അപ്പം നമുക്ക് ഫോൾസ്, ട്രൂ, ട്രൂ, ട്രൂ അങ്ങനെ വേണം ഓപ്ഷൻ വരാൻ. നമുക്ക് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ എ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ. ഓക്കെ, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ലാറ്റിസ് സ്കാറ്ററിംഗ് ഇൻക്രീസസ്. ശരിയാണ് അല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ ലാറ്റിസ് സ്കാറ്ററിങ് അതായത് വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യും. ഇത് കറക്റ്റ് ആണ്. ഓക്കെ, ലാറ്റിസ് സ്കാറ്ററിംഗ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡോപ്പിംഗ് ലെവൽ. ഇത് തെറ്റാണ് ആക്ച്വലി. അതായത് ഇത് ഡയറക്ട്ലി അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡോപ്പിംഗ് ലെവലാണ്. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെന്റ്, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് മൊബിലിറ്റി ഡ്യൂ ടു ദ അയണൈസ്ഡ് ഇംപ്യൂരിറ്റി സ്കാറ്ററിംഗ് ഇൻക്രീസസ്. അതായത് മൊബിലിറ്റി ഓഫ് സ്കാറ്ററിങ് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ മൊബിലിറ്റിയുടെ ക്ലാസ്സിൽ പഠിച്ചപ്പോഴേക്കും ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് മൊബിലിറ്റി കുറയുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ പറഞ്ഞേക്കണ ഏതാ? അതായത് മൊബിലിറ്റി ഓഫ് ചാർജ് ക്രിയേഴ്സ് കുറയുന്ന പറഞ്ഞേക്കണേ. ഇതിലേതാ പറഞ്ഞേക്കണേ? സ്കാറ്ററിങ്ങിന്റെ മൊബിലിറ്റി കൂടുന്നു. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്? സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ആസ് ഡോപ്പിംഗ് ഇൻക്രീസസ് മൊബിലിറ്റി ഡ്യൂ ടു അയണൈസ്ഡ് സ്കാറ്ററിംഗ് ഡിക്രീസസ്. സ്കാറ്ററിംഗ് ഈവൻ ഡിക്രീസസ്. ഓക്കെ, അങ്ങനെയാണോ? ഡോപ്പിംഗ് കൂടുന്നതനുസരിച്ച് സ്കാറ്ററിംഗ് ഇവന്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിക്രീസസ് അല്ല, ഇവിടെ ആക്ച്വലി ഇൻക്രീസസ് ആയിരുന്നു വരേണ്ടത് അല്ലേ? അപ്പോൾ ഈ ഓപ്ഷനും ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതാ വരണത്? 1 and 3. അപ്പോൾ ഓപ്ഷൻ ഡി. Third question, which of the following is obtained by drawing a single crystal from a melt of germanium whose type is changed during the drawing process by adding first p-type and then n-type impurities? Okay, കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ടൈപ്പാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതായത് ജെർമേനിയത്തിൻ്റെ ഒരു സിംഗിൾ ക്രിസ്റ്റൽ നമ്മൾ ഡ്രോ ചെയ്തിട്ട് അതിലേക്ക് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പി ടൈപ്പ് ആൻഡ് ദെൻ എൻ ടൈപ്പ് ആ ഒരു ഗ്രോത്ത് ചെയ്യുന്നത്, ആ ഒരു ടൈപ്പ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഏത് ടൈപ്പ് ജംഗ്ഷനാണ്? ഓക്കെ, അപ്പം ഓപ്ഷൻസ് നമുക്ക് അറേഞ്ച്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അലോയ് ജംഗ്ഷൻ, ഡിഫ്യൂസ്ഡ് ജംഗ്ഷൻ, ഗ്രോൺ ജംഗ്ഷൻ. അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഗ്രോൺ ജംഗ്ഷനിലാണ്. അതായത് ഓപ്ഷൻ സി 3 ഓൺലി. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, സിലിക്കൺ ഡിവൈസസ് ക്യാൻ ബി എംപ്ലോയിഡ് ഫോർ എ higher temperature limit 190 Celsius to 200 degrees Celsius as compared to germanium device 80 degrees Celsius to 100 degrees Celsius. With respect to this, which of the following are correct? ഓക്കെ, അതായത് ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസിൽ സിലിക്കൺ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഹയർ റെസിസ്റ്റിവിറ്റി ഓഫ് സിലിക്കൺ. ശരിയാണ്, സിലിക്കണിനാണ് ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ളത്, അപ്പോൾ ട്രൂ ആണ്. ഹയർ ഗ്യാപ്പ് എനർജി ഓഫ് സിലിക്കൺ അല്ലേ? അതും ട്രൂ ആണ്. ലോവർ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ഓഫ് സിലിക്കൺ, അതും ട്രൂ ആണ്. യൂസ് ഓഫ് സിലിക്കൺ ഡിവൈസ് ഇൻ ഹൈ പവർ ആപ്ലിക്കേഷൻ, നമുക്ക് പറയാൻ പറ്റുമോ? ഹയർ ടെമ്പറേച്ചർ
ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാനുള്ള ഒരു കാരണം നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഏതാണ്? 1, 2, 3 കിട്ടണം. അപ്പോൾ ഓപ്ഷൻ ബി. Fifth question. By doping germanium with gallium, the types of semiconductor formed are. Gallium എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്? ഗാലിയം ഏതാണ്? തേർഡ് ഗ്രൂപ്പ് ആണല്ലേ. തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പി ടൈപ്പ് ആണ് വരുന്നത്. അപ്പൊ പി ടൈപ്പും ആണ് എക്സ്ട്രിൻസിക്കും ആണ് അല്ലേ. എൻ ടൈപ്പ് ആണോ അല്ല, ഇൻട്രിൻസിക് ആണോ അല്ല. അപ്പൊ വിച്ച് ഓഫ് ദി അബവ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 2 and 4 ഓപ്ഷൻ ബി. Sixth one, an n-type of silicon can be formed by adding impurity of. n-type silicon എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് വേണ്ടത് അല്ലേ. അപ്പൊ ഏതൊക്കെ വരും ഓപ്ഷൻസിൽ? ഫോസ്ഫറസ്, ആഴ്സനിക്. അപ്പൊ 1 and 2 ആണ് വരേണ്ടത്. ഓപ്ഷൻ എ. ഓക്കെ. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ. An intrinsic semiconductor has the following properties. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് വൺ, ഇറ്റ്സ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഈക്വൽസ് ഇറ്റ്സ് ഹോൾ കോൺസെൻട്രേഷൻ. അത് കറക്റ്റ് അല്ലേ? ഇലക്ട്രോണിന്റെ ഒരു ഇൻട്രിൻസിക്കിനകത്ത് ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു ഹോൾ കോൺസെൻട്രേഷൻ ആണ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇറ്റ്സ് കാരിയർ ഡെൻസിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അതായത് കരിയർ ഡെൻസിറ്റി, അതായത് നമ്മൾ NC NV എന്നൊരു ടേം പഠിച്ചു. ഇത് പ്രപ്പോർഷണൽ ടു എന്താ? T⁻3/2 ആണ്. അതായത് നമ്മൾ Ni is proportional to T⁻3/2 എന്നും പഠിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദെൻ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഇത് കറക്റ്റ് ആണോ? അല്ല, കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. കോൺസെൻട്രേഷൻ കൂടുമ്പോഴും കണ്ടക്ടിവിറ്റി കൂടില്ലേ. ഇത് തെറ്റാണ്. അപ്പൊ നമുക്ക് 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ഡി. Then eighth one, a hole in a semiconductor has. ഹോളിന്റെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, പോസിറ്റീവ് ചാർജ് ഈക്വൽ ടു ഇലക്ട്രോൺ ചാർജ്. ഇത് കറക്റ്റ് ആണ് അല്ലേ. ഓക്കെ, പോസിറ്റീവ് മാസ് ഈക്വൽ ടു ദി മാസ് ഓഫ് ഇലക്ട്രോൺ. ഇത് എന്താണ് വരുന്നത്? നമുക്ക് പോസിറ്റീവ് മാസ് ഈക്വൽ ടു ദി മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, രണ്ടിന്റെ മാസ് ഡിഫറെന്റ് ആണ്. ആൻ എഫക്റ്റീവ് മാസ് ഗ്രേറ്റർ ദാൻ ദി എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഇതും കറക്റ്റ് ആണ്. അതായത് മാസ് ഓഫ് ഹോൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ, അത് എഫക്റ്റീവ് മാസ് ആണ്, മാസ് ഓഫ് ഇലക്ട്രോൺ. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആട്ടോ. ഓക്കെ, സ്ലൈറ്റ്ലി ഗ്രേറ്റർ വേണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നെഗറ്റീവ് മാസ് ആൻഡ്, അതായത് ഹോളിന് നെഗറ്റീവ് മാസ് ആണ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഈക്വൽ ടു ചാർജ് ഇൻ ന്യൂക്ലിയസ്. അത് എന്തായാലും തെറ്റാ അല്ലേ. അപ്പം ഏതാണ് നമുക്ക് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ഏതാണ്? 1 and 3 അല്ലേ. ഓപ്ഷൻ ബി. നയൻത് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് വിച്ച് ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആക്സെപ്റ്റർ ലെവൽ ഇസ് ഫോംഡ് വെരി ക്ലോസ് ടു ദി കണ്ടക്ഷൻ ബാൻഡ്. ആക്സെപ്റ്റർ ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? വാലൻസ് ബാൻഡിനോട് അടുത്താ അല്ലെ. പി ടൈപ്പ് ആണ്. അപ്പൊ ഇത് തെറ്റാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എഫക്റ്റീവ് മാസ് ഓഫ് ദി ഫ്രീ ഇലക്ട്രോൺ ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ ഹോൾ. ഞാൻ നേരത്തെ പറഞ്ഞു സ്ലൈറ്റ്ലി ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ സ്ലൈറ്റ്ലി ആണെന്നുള്ളത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് ഓഫ് എ ഫ്രീ ഇലക്ട്രോൺ ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഹോൾ. ഓക്കെ, അത് കറക്റ്റ് ആണ് അല്ലേ. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അഡീഷൻ ഓഫ് ഡോണർ ഇംപ്യൂരിറ്റി ആഡ്സ് ഹോൾസ് ടു ദി സെമി കണ്ടക്ടർ. ആണോ? ഡോണർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ആണ്. ഇത് തെറ്റാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഏത് വരും? 2 and 3. ഓപ്ഷൻ ബി. 10th question, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. എൻ ടൈപ്പ് സിലിക്കൺ ക്യാൻ ബി. എൻ ടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ ഓർമ്മ വരേണ്ടത് എന്താണ്? അതൊരു ഫിഫ്ത്ത് ഗ്രൂപ്പ് പെൻഡാവാലന്റ് ആയിരിക്കണം. അത് ഓർത്ത് വെക്കുക. അപ്പൊ ഫോംഡ് ബൈ ആഡിങ് ഇംപ്യൂരിറ്റി ഓഫ് ഫോസ്ഫറസ്. ഇത് കറക്റ്റ് ആണ് അല്ലേ.
ഓക്കെ. ഫോൺഡ് ബൈ ആഡിങ് ഇംപ്യൂരിറ്റി ഓഫ് ആഴ്സനിക്, അതും കറക്റ്റ് ആണ്. ഫോൺഡ് ബൈ ആഡിങ് ഇംപ്യൂരിറ്റി ഓഫ് ബോറോൺ അല്ല, അത് ഏതാണ്, തേർഡ് ഗ്രൂപ്പാണ്. ദെൻ ഫോൺഡ് ബൈ ആഡിങ് ഇംപ്യൂരിറ്റി ഓഫ് അലൂമിനിയം, അതും അല്ല, അത് എന്താണ്, തേർഡ് ഗ്രൂപ്പാണ്. അപ്പൊ നമുക്ക് 1 and 2 എന്ന് കിട്ടണം. അപ്പോൾ ഓപ്ഷൻ സി. 11th question, consider the following statements. Electrical conductivity of a metal has negative temperature coefficient since. എന്താണ് നമുക്ക് കാരണം നോക്കാം. ഓക്കെ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണെന്ന് പറയാനുള്ളതിൻ്റെ കാരണം. ഓക്കെ, ഏതിന്, മെറ്റലിന്. ഓക്കെ, കണ്ടക്ടിവിറ്റി ആട്ടോ. കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയണം. അതിനുള്ള കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആണോ? അല്ല. ദെൻ ഇലക്ട്രോൺ മൊബിലിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, അതാണോ? ഇതാണ് അല്ലെ, മൊബിലിറ്റി കുറയും. ദെൻ ഇലക്ട്രോൺ ലാറ്റിസ് സ്കാറ്ററിംഗ് റേറ്റ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, ഇതും കറക്റ്റ് ആണ്. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ മാത്രമായിട്ടാണോ കൂടുന്നത്? അല്ല, രണ്ടും ഈക്വലി ജനറേറ്റഡ് ആണ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമുക്ക് ആകെയുള്ളത് ഏതാണ്, 2 and 3. അപ്പോൾ ഓപ്ഷൻ നമുക്ക് വരുന്നത് ഓപ്ഷൻ സി, ഓൺലി 2 and 3. Then 12th question, which of the following can be determined by using a Hall crystal? Okay, അപ്പോൾ നമുക്ക് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് ഇൻ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ, നമുക്ക് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ, അതും ഓക്കെ ആണ്. ടെമ്പറേച്ചർ ഓഫ് സെറ്റപ്പ് വിത്ത് എനി ഓഫ് ദി സെമി കണ്ടക്ടർ, ടെമ്പറേച്ചർ പറയാൻ പറ്റുമോ ഹോൾ ക്രിസ്റ്റലിലൂടെ? ഇല്ല, അത് തെറ്റാണ്. ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് ആൻഡ് ലൈഫ് ടൈം ഓഫ് മൈനോറിറ്റി കരിയേഴ്സ് ഓഫ് എനി ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ, ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതും തെറ്റാണ്. അപ്പം നമുക്ക് ഏതാ പറയണേ, സെലക്ട് ദി കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ. കറക്റ്റ് ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഏതാ, 1 and 2 ആണ്. അപ്പോൾ ഓപ്ഷൻ എ. 13th question, consider the following statements. The intrinsic concentration of a semiconductor, intrinsic concentration Ni ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഡിപ്പെൻസ് ഓൺ ഡോപ്പിംഗ് ആണോ? ഡോപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ഇരിക്കുന്നത്? അല്ല, ഇൻക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ഡിക്രീസ് ഓഫ് ദി ബാൻഡ് ഗ്യാപ്പ് അല്ലേ. നമ്മൾ Ni എന്ന് പഠിക്കുന്നത് A0 ഇൻറ്റു ടി raised to 3 e raised to minus eg0 by kt അല്ലേ. അപ്പോൾ ഇതെങ്ങനെ വരുന്നത്, എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നു വിത്ത് ഡിക്രീസിങ് ഓഫ് ദി എനർജി ഗ്യാപ്പ്. അപ്പോൾ അതേതാണ്, അത് കറക്റ്റ് ആണ് അല്ലേ. ഇൻക്രീസിങ് നോൺ ലീനിയർലി വിത്ത് ദ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ, അതും കറക്റ്റ് ആണ്. ടി റേസ് ടു 3/2 ആയിട്ടാണ് പ്രൊപ്പോർഷണൽ. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ഇൻക്രീസസ് ലീനിയർലി വിത്ത് ഇൻക്രീസ് ഓഫ് ദി ടെമ്പറേച്ചർ ആണോ? അല്ല. അപ്പം നമുക്ക് ഏത് വരണം, 2 and 3 വരണം. അപ്പോൾ ഓപ്ഷൻ സി. 14th question, consider the following statements. During an electron transition across the energy gap in an indirect energy gap material like silicon. ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് അറിയാം അല്ലേ. ഇൻഡയറക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ LED-യുടെ കൺസ്ട്രക്ഷൻ സിലിക്കൺ നമ്മൾ യൂസ് ചെയ്യാത്തത് അല്ലേ. ഇൻഡയറക്റ്റ് ആയതുകൊണ്ട് ലൈറ്റ് എമിറ്റ് ചെയ്യില്ല, ഹീറ്റ് റേഡിയേഷൻ ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ ചേഞ്ചസ്, ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം ചേഞ്ച് ചെയ്യോ? എങ്ങനെയാണ് ചേഞ്ച് ചെയ്യും അല്ലേ. മൊമെൻറ്റം രണ്ടും ഡിഫറെൻറ്റ് മൊമെൻറ്റ്സിലാണ്. ഓക്കെ, ദെൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺ ചേഞ്ച് ആണോ? അല്ല. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഇലക്ട്രോൺ ചേഞ്ച് ട്രൂ ആണ്. കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ചേഞ്ച് അതും ട്രൂ ആണ്. അപ്പോൾ നമുക്ക് വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബവ് ആർ കറക്റ്റ്, 1, 3, 4. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി. ദെൻ 15th question, consider the following statements of for an n-type semiconductor. അപ്പോൾ n-type ആണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ, ഡോണർ ലെവൽ അയണൈസേഷൻ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആണോ? അല്ല,
അയണൈസേഷൻ കൂടുതലല്ലേ, ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തെറ്റാണ്. ദെൻ ഡോണർ ലെവൽ അയണൈസേഷൻ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, അത് കറക്റ്റാണ്. ഓക്കെ. ഡോണർ ലെവൽ അയണൈസേഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ, അതൊരിക്കലും പറയാൻ പറ്റില്ല അല്ലേ. ഇനി ഡോണർ ലെവൽ അയണൈസേഷൻ ഇൻക്രീസസ് ആസ് ഇ പി ഡോണർ എനർജി ലെവൽ മൂവ്സ് ടുവാർഡ്സ് ദി കണ്ടക്ഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ അല്ലേ. കണ്ടക്ഷൻ ബാൻഡിനൊക്കെ, അതായത് ഡോണർ കൂടുന്നതനുസരിച്ച് എനർജി ഫെർമി ലെവല് എങ്ങോട്ട് മൂവ് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യും. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പം നമുക്ക് ആൻസർ വരുന്നത് 2 and 4, ഓപ്ഷൻ സി. 16th question. Consider the following statements for an n-type semiconductor. അഗെയിൻ എൻ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇ എഫ് ലൈസ് ബിലോ ഇ ഡി അറ്റ് എ റൂം ടെമ്പറേച്ചർ. ഓക്കെ, അതായത് നമുക്ക് എനർജി ഡയഗ്രമാണ്. അപ്പം നമ്മൾ ഇവിടെ ഒരു കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, ഇവിടെ ഒരു ഡോണർ ലെവൽ ഉണ്ടാവും അല്ലേ, അതായത് ഒരു ഡോണർ ലെവൽ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഇ വി ഉണ്ടാവും. അപ്പം ഇതിനെ ബേസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇ എഫ് ലൈസ് ബിലോ ഇ ഡി അറ്റ് റൂം ടെമ്പറേച്ചർ ആണോ, കറക്റ്റ് ആണോ? റൂം ടെമ്പറേച്ചറിൽ ശരിയാണ്, ഇ ഡിക്ക് താഴെ ആയിരിക്കും അത് ഉണ്ടാവുക. ഇ എഫ് ലൈസ് എബോവ് ആസ് ടി ടെൻസ് ടു 0, ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോഴും എങ്ങോട്ട് വരണം, കണ്ടക്ഷൻ ബാൻഡിനോട് അടുത്ത് തന്നെ ആയിരിക്കും അല്ലേ. ടെമ്പറേച്ചർ കൂടിക്കൂടി വരികയാണെങ്കിൽ ഏതായിരിക്കും, ഇൻട്രിൻസിക് ലെവലിൻ്റെ അടുത്തോട്ട് പോകുക. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ഇ എഫ് ഇസ് ഈക്വൽ ടു ഇ ഡി അറ്റ് സം ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ അല്ലേ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇ എഫ് ഈക്വൽ ടു ഇ ഡി ആവും, അതും കറക്റ്റ് ആണ്. ഇ എഫ് ഇസ് ഇൻവാരിയൻറ്റ് വിത്ത് ടെമ്പറേച്ചർ, അതാണോ? അല്ല, അത് തെറ്റാണ്. അപ്പം വേർ ഇ എഫ് ഇസ് ദ ഫെർമി എനർജി ആൻഡ് ഇ ഡി ഇസ് ദ ഡോണർ ലെവൽ എനർജി, അത് നമുക്കറിയാം. വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ കറക്റ്റ്? അപ്പം നമുക്ക് ഏതാ വേണ്ടത്? 1, 2, 3 അല്ലേ, അപ്പോൾ ഓപ്ഷൻ ഡി. Next, consider two samples of silicon conductors identical in all respects except that one is uniformly doped with 10 raised to 15 per centimeter cube atoms per centimeter cube, donor impurity atoms. Okay, donor impurity atoms എന്ന് പറയുന്നത് അപ്പം എൻ ഡി 10 raised to 15 per centimeter cube. Okay, and the other is non-uniformly doped with donors from one side, sample B, ഇത് A, ഇത് B. ഓക്കെ, ഇത് എന്ന് പറയുന്നത് 10 raised to 17 per centimeter cube ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സാമ്പിൾ എ വിൽ നോട്ട് ഹാവ് എനി കറണ്ട് അറ്റ് ഇക്വിലിബ്രിയം ബട്ട് കറണ്ട് വിൽ ഫ്ലോ ഔട്ട് ഓഫ് സാമ്പിൾ ബി. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ നമുക്ക് കറണ്ട് ഫ്ലോ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ബോത്ത് സാമ്പിൾസ് വിൽ ഹാവ് ബിൽഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഉണ്ടാവോ? ബിൽഡിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവോ? ഇല്ല. ഓക്കെ, അതും തെറ്റാണ്. സാമ്പിൾ എ വിൽ ഹാവ് 0 ബിൽഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്, വേറെ സാമ്പിൾ ബി വിൽ ഹാവ് എ കോൺസ്റ്റന്റ് ബിൽഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. അതുണ്ടാവോ? അത് ട്രൂ ആണ്. നോ കറണ്ട് വിൽ ഫ്ലോ അറ്റ് ഇക്വിലിബ്രിയം ഫ്രം ഐദർ സാമ്പിൾ എ ഓർ സാമ്പിൾ ബി, അതും ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നമുക്ക് വരുന്നത് 3 and 4 ആണ് വരുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി. 18th question. Consider the following statements. The temperature dependence of resistivity of a sample of n-type silicon is based upon carrier concentration and carrier mobility variations with temperature because. അതായത് ഒരു എൻ ടൈപ്പ് സിലിക്കണിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി അത് നോക്കുകയാണെങ്കിൽ കരിയർ കോൺസെൻട്രേഷനും കരിയർ മൊബിലിറ്റി വേരിയേഷൻസ് വെച്ചിട്ട് ടെമ്പറേച്ചർ ആയിട്ടുള്ള വേരിയേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റീസൺസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ,
ദ റെസിസ്റ്റിവിറ്റി ഓഫ് സിലിക്കൺ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ആണോ? സിലിക്കൺ എന്ന് പറയുന്നത് സെമി കണ്ടക്ടറാണ്. സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പം ഇത് തെറ്റല്ലേ? ഓക്കെ, ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ മൊബിലിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു മൊബിലിറ്റി ഈസ് എന്താണ് പ്രപ്പോർഷണൽ ടു ടി റേസ് ടു മൈനസ് എം നമ്മൾ പഠിച്ചിരുന്നു. ദെൻ കരിയർ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. കരിയർ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതും കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ദ റെസിസ്റ്റിവിറ്റി ഓഫ് സിലിക്കൺ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അത് കറക്റ്റ് അല്ലേ? അല്ലേ? NTC ആണ്. അപ്പം ഇതും കറക്റ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം നമുക്ക് ആൻസർ വരേണ്ട ഏതാണ്? കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം 2, 3, 4. അപ്പോൾ ഓപ്ഷൻ ബി. 19th question. For which of the following semiconductors resistance does not follow Ohm's law over some specific range of applied voltage? ഓംസ് ലോ ഫോളോ ചെയ്യാത്ത ഏതൊക്കെയാണെന്ന്. ഓക്കെ, അതായത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെമി കണ്ടക്ടേഴ്സ്. അപ്പം സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഓംസ് ലോ ഫോളോ ചെയ്യുമോ? ഇല്ല അല്ലേ? അപ്പം ഏതാണ് ഓപ്ഷൻ? മൂന്നും കറക്റ്റാണ് അല്ലേ? മൂന്നും സെമി കണ്ടക്ടർ അല്ലേ? ജെർമേനിയം, ഗാലിയം ആഴ്സനൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ്. ഇപ്പൊ സെമി കണ്ടക്ടർ ഓംസ് ലോ ഫോളോ ചെയ്യുമോ? ഇല്ല. അപ്പൊ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Impurity diffusion is used in semiconductor to control the conductivity. The nature of impurity profile should be such that. ഓക്കെ, ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്, കണ്ടക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഡിക്രീസസ് വിത്ത് ഡിഫ്യൂഷൻ ഡെപ്ത്. അത് കറക്റ്റ് ആണോ? അതായത് ഡിഫ്യൂസ് ചെയ്ത് വരുന്ന ഇതിനകത്ത് ഡിഫ്യൂഷൻ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ കുറയും അല്ലേ? അത് റീകോമ്പിനേഷൻ നടക്കും. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. ഓക്കെ, പ്രൊഫൈൽ റിസൾട്ട് ഇൻ ആൻ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അതും കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഇസ് ഹോമോജീനിയസ് വിത്ത് നോ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ആണോ? അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാതിരിക്കുമോ? ഇല്ല. ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വരണം കറക്റ്റായിട്ട്? 1 and 2, ഓപ്ഷൻ ഡി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ടു ദി ഹോൾ എഫക്റ്റ്. ഹോൾ എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം. എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഡെവലപ്ഡ് അക്രോസ് എ കറന്റ് ക്യാരിയിങ് മെറ്റൽ സ്ട്രിപ്പ് വെൻ ദി സ്ട്രിപ്പ് ഇസ് പ്ലേസ്ഡ് ഇൻ എ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ്. കറക്റ്റ് അല്ലേ? ഇതാണ് ഹോൾ എഫക്റ്റിന്റെ ഫിനോമിന എന്ന് പറയുന്നത്. The Hall effect is very weak in metals but is large in semiconductor. അതും കറക്റ്റ് ആണ്. Hall effect is very weak in semiconductor but is large in metal. അത് തെറ്റാണ്. Okay, it is applied in the measurement of magnetic field intensity. അതും ട്രൂ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി. Then 22. Consider the following statement. If an electric field is applied to an N-type semiconductor bar, the electrons and holes move in opposite direction due to their opposite charges. The net current is. Okay. The first statement is due to both electrons and holes with the electrons as the majority carrier. ഇത് കറക്റ്റ് ആണ്. N type ആകുമ്പോൾ electrons ആണ് majority. രണ്ടിൻ്റെയും കറണ്ട് ഉണ്ടാകും അല്ലേ? അപ്പോൾ ഇത് കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ ദ സം ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾ കറണ്ട്. നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് സം ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ കറണ്ട് ആണ്. അത് കറക്റ്റ് ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾ കറണ്ട്. അതാണോ? തെറ്റാണ്. അപ്പോൾ 1 and 2 ആയിരിക്കണം കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി. 23. Which of the following elements act as donor impurities? അതായത് ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെന്റ് നോക്കിയാൽ മതി അല്ലേ?
അപ്പം ഏതാണ്? ഗോൾഡ് അല്ല, ഫോസ്ഫറസ്, ബോറോൺ അല്ല, ആൻറ്റിമണി, ആഴ്സനിക്, ഇൻഡിയം അല്ല. അപ്പോൾ ഏത് വരണം? 2, 4, 5. അപ്പോൾ ഓപ്ഷൻ ഡി. 24 നമുക്ക് നോക്കാം. Acceptor level lies close to the valence band. Acceptor level valence ബാൻഡിന് അടുത്താണ് അല്ലേ? കറക്റ്റ് ആണ്. ഡോണർ ലെവൽ ലൈസ് ക്ലോസ് ടു ദി വാലൻസ് ബാൻഡ്. ഡോണർ ലെവൽ ആണോ? തെറ്റാണോ? ഓക്കെ, ഡോണർ ലെവൽ അവരുടെ കണ്ടക്ഷൻ ബാൻഡിന് അടുത്താണ് വരുന്നത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ബിഹേവ്സ് ആസ് ആൻ ഇൻസുലേറ്റർ അറ്റ് 0 കെൽവിൻ. 0 കെൽവിനിൽ എന്താണ്? ഇൻസുലേറ്റർ ആണ്. അത് കറക്റ്റ് ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടർ ബിഹേവ്സ് ആസ് ആൻ ഇൻസുലേറ്റർ അറ്റ് 0 കെൽവിൻ. അതും കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് 1, 3, 4 എന്നൊരു ഓപ്ഷൻ വരണം. 3 ഉള്ള ഓപ്ഷൻ ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് ഏതൊക്കെ പറയാം? 1 and 3 പറയാം, 1 and 4 പറയാം. ഓക്കെ, ബി ആൻഡ് സി കറക്റ്റ് ആണ്. ഓക്കെ, then 25th question. Consider the following statements. Pure germanium and pure silicon are examples of. ഏതാണ്? ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് അല്ല. ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് യെസ്. ഡീജനറേറ്റ് സെമി കണ്ടക്ടർ ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് അല്ല അല്ലേ? അപ്പോൾ ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ഏതാ കറക്റ്റ്? 2 alone is correct അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി. 26th question. Consider the following statements. ഫസ്റ്റ് വൺ, ഇത് ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് കേട്ടോ ഓപ്ഷൻസ് വന്നേക്കണം. അപ്പം നോക്കാം. ഫസ്റ്റ് വൺ, സിലിക്കൺ ഈസ് ആൻ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ജെർമേനിയം ഈസ് എ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്. അത് തെറ്റാണ്. ഗാലിയം ആഴ്സനൈഡ് ഈസ് എ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്. അത് കറക്റ്റ് ആണ്. ഇൻഡിയം ഫോസ്ഫൈഡ് ഇസ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്. അത് തെറ്റാണ്. അപ്പം നമുക്ക് S1, S3 കറക്റ്റ് ആണ് അല്ലേ? അപ്പം നമുക്ക് ഏതാ ഓപ്ഷൻ വരുന്നത്? 26 നമുക്ക് ഓപ്ഷൻ വരുന്നത് S1 ആൻഡ് S3. അപ്പോൾ ഓപ്ഷൻ എ. 27 mobility of electrons and holes in a semiconductor depends on. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വരും? സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ. ഓക്കെ, ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടറിനെ ബേസ് ചെയ്യും അല്ലേ മൊബിലിറ്റി. അത് ഓക്കെയാണ്. ടെമ്പറേച്ചർ ഓഫ് സെമി കണ്ടക്ടർ അതും ഓക്കെയാണ്. സ്കാറ്ററിങ് ഓഫ് ഇംപ്യൂരിറ്റീസ് അതും ഓക്കെയാണ്. റിലാക്സേഷൻ ടൈമിനെയും മൊബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് എ, ബി, സി. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. 28th question. Consider the following statements. Pure germanium and pure silicon are of. നേരത്തെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണല്ലേ? അപ്പൊ ഇവിടെ ഏതാ പറയണത്? ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ആണ് പറയണത്. അപ്പം ഓപ്ഷൻ ബി, 2 alone is correct. Then 29th question. The current flow in a semiconductor is due to. ഡ്രിഫ്റ്റ് കറണ്ട് അതെ. ഡിഫ്യൂഷൻ കറണ്ട് അതും കറക്റ്റ് ആണ്. ഓക്കെ, ഇത് 29th ക്വസ്റ്റ്യനിൽ ഇത് സെക്കൻഡ് ആട്ടോ. ഓക്കെ, ഇത് 2 ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അല്ല അല്ലേ? തേർഡ് വൺ ആണ് ഡിഫ്യൂഷൻ കറണ്ട്. അപ്പം ഓപ്ഷൻ ഏതാണ്? 1 and 3 ഓൺലി. ഓക്കെ,